ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. LDC LSJ അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അതായത് വേൾഡ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന ഭാഗത്ത് നിന്നാണ്. നമ്മുടെ LDC സംബന്ധിച്ചിടത്തോളം അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഭാഗത്ത് നിന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. പക്ഷേ ഡിഗ്രി ലെവൽ എക്സാമിന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു കഥയായിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് എന്നത് 1688 സംഭവിച്ചത്. 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഇൻ കേസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്തേ ഉള്ളൂ, ഓപ്ഷനിൽ നിങ്ങൾക്ക് 1689 ഉള്ളൂ എങ്കിൽ അതും ആൻസർ ചെയ്യാം. കാരണം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688 മുതൽ 89 വരെയാണ്. ഈ വിപ്ലവത്തെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ രക്തരഹിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് രക്തമൊന്നും വാർന്നില്ല, ആ യുദ്ധമൊന്നും നടന്ന് അധികം ആൾക്കാരൊന്നും മരിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688 രക്തരഹിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ വിപ്ലവത്തിലേക്ക് നയിച്ചത് ഒരുപാട് നൂറ്റാണ്ടുകൾ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു വിപ്ലവത്തിലേക്ക് വന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടും ആ ഒരു ഇംഗ്ലണ്ടിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇംഗ്ലണ്ടിലെ സാമൂഹിക ജീവിതത്തെ പറ്റിയിട്ടൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതാണ് ഞാൻ ഇവിടെ പോയിന്റ്സ് ആയിട്ട് തരുന്നത്. ഇത് ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം ഈ PDF ഒന്ന് വായിച്ചു നോക്കുക. ഇത് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം, തീർച്ചയായിട്ടും വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റോറി മനസ്സിലാവും. സ്റ്റോറി മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്കസും ചെയ്യാം. ഓക്കെ, 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമായിരുന്നു ട്യൂഡർ രാജവംശം. ഈ ട്യൂഡർ രാജവംശത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? ഹെൻറി 7 അപ്പോ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമായിരുന്നു ട്യൂഡർ രാജവംശം. ട്യൂഡർ രാജവംശത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി 7 ഇത് പറയാനുള്ള കാരണം, ഇവിടെ നമ്മുടെ ഇംഗ്ലണ്ടില് ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു അധികാരികള്. ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് പാർലമെന്റുമായിട്ട് സഹകരിച്ചിട്ടുള്ള ഒരു ഭരണമായിരുന്നു നമ്മുടെ ട്യൂഡർ രാജവംശം കാഴ്ചവെച്ചത്. ഓക്കെ, അപ്പൊ ട്യൂഡർ രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ഹെൻറി 7 ഹെൻറി 7 ഭരണത്തിന്റെ പ്രത്യേകത എന്താണ്? ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ച് പാർലമെന്റുമായിട്ട് സഹകരിച്ചുള്ള ഒരു ഭരണമാണ് നിർത്തിയിരുന്നത്. 1485 മുതൽ 1603 വരെ ഈ ട്യൂഡർ രാജവംശമാണ് എവിടെ ഭരിച്ചിരുന്നത്? ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്. 1485 മുതൽ 1603 വരെ ഭരണം നടത്തിയത് ആരാണ്? ട്യൂഡർ രാജവംശം. ഇതിനുശേഷം വന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. അതായത് 1485 മുതൽ ഭരിച്ചിരുന്നത് ട്യൂഡർ രാജവംശമാണ്. ട്യൂഡർ രാജവംശം 1603 വരെ ഭരണം നടത്തി. ആരുമായി സഹകരിച്ചിട്ട്? പാർലമെന്റുമായിട്ട് സഹകരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് വന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. ഈ സ്റ്റുവർട്ട് രാജവംശം 1714 വരെ ഭരണം നടത്തിയതാണ്. ദെൻ ഈ 1714 സ്റ്റുവർട്ട് രാജവംശത്തിന് ശേഷം വന്ന രാജവംശമാണ് ഹാനോവേറിയൻ രാജവംശം. ഇത് ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മതി. കാരണം 1688-89 ആവുമ്പോൾ നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം കഴിയും. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന സമയത്ത് അവിടുത്തെ രാജവംശം ഏത് രാജവംശമായിരുന്നു? സ്റ്റുവർട്ട് രാജവംശമായിരുന്നു. ഈ സ്റ്റുവർട്ട് രാജവംശം ഭരണത്തിലേറിയത് 1603 ഓക്കെ ആണല്ലോ. ഈ സ്റ്റുവർട്ട് രാജാക്കന്മാര് പ്രത്യേകത എന്താണ്? നേരത്തെ നമ്മൾ ട്യൂഡൽ രാജവംശം ഫ്യൂഡൽ തന്ത്രികളെ അല്ലെങ്കിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ നമ്മുടെ സ്റ്റുവർട്ട് രാജാക്കന്മാര് ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളുമായിരുന്നു. അതായത് ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് വേണ്ടി വാദിച്ചു, അവരുടെ പ്രതിനിധികളായിട്ടാണ് സ്റ്റുവർട്ട് രാജാക്കന്മാര് നിന്നത്. അതുപോലെ തന്നെ അവർ പറഞ്ഞു, രാജാവിന്റെ അധികാരങ്ങൾ ദൈവദത്തമാണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു സ്റ്റുവർട്ട് രാജാക്കന്മാരുടേത്.
കൂടാതെ ഇവർ ഇംഗ്ലീഷ് പാർലമെന്റിനെ വകവെക്കാതെ പാർലമെന്റിന് മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കാരണം എന്താണ്? സ്റ്റുവർട്ട് രാജവംശത്തിന്റെ ഇംഗ്ലീഷ് പാർലമെന്റിന്മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഉണ്ടാകാനുള്ള കാരണം. ഓക്കെ, ഇനി വ്യാപാര രംഗത്ത് ഇംഗ്ലണ്ട് ഒട്ടേറെ എന്ത് ചെയ്തു? കാര്യങ്ങള് മുന്നേറ്റം ഉണ്ടായി. ഇതിനു വേണ്ടിയിട്ടൊരു ഇംഗ്ലണ്ട് ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ കാരണം ഒരു മധ്യവർഗമാണ്. ഇത് ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന കമ്പനികള് വിദൂര ദേശങ്ങളുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഉൽപാദനത്തെയും വിതരണത്തെയും ഗതാഗതത്തെയും നിയന്ത്രിച്ചിരുന്ന ഈ വ്യാപാരികൾക്ക് അനുകൂലമായിട്ടാണ് ഇംഗ്ലണ്ട് പാർലമെന്റ് നിയമങ്ങൾ പാസാക്കിയത്. എന്നാൽ സമ്പന്നരായ ഭൂവുടമകളും വ്യാപാരികളും വിദ്യാസമ്പന്നരായ അഭിഭാഷകരും ഡോക്ടർമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്ന മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളാണ് ആര് സംരക്ഷിച്ചത്? പാർലമെന്റ് സംരക്ഷിച്ചത്. പക്ഷേ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ വാദഗതികളാണ് ആര് സംരക്ഷിച്ചത്? സ്റ്റുവർട്ട് രാജവംശം സംരക്ഷിച്ചത്. പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമങ്ങൾ രാജാവും പാർലമെന്റും തമ്മിൽ ദീർഘനാൾ നിലനിന്ന ഭരണഘടനാപരമായ തർക്കങ്ങൾക്ക് കാരണമായി. ഫ്യൂഡൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജാവാണോ മധ്യവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർലമെന്റാണോ ഇംഗ്ലണ്ടിലെ പരമാധികാരി എന്നതായിരുന്നു തർക്കത്തിന്റെ അടിസ്ഥാന പ്രശ്നം. അപ്പോൾ ഇംഗ്ലണ്ടിലെ പരമാധികാരി ആര് എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം. ഫ്യൂഡൽ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ്? സ്റ്റുവർട്ട് രാജവംശം, രാജാക്കന്മാരാണ്. മധ്യവർഗ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. കാരണം മധ്യവർഗം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വ്യാപാരികളാണ്, അവർ ഡോക്ടർമാരാണ്, അഭിഭാഷകരാണ്, അവർ നമ്മുടെ രാജ്യത്തെ വലുതാക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെയാണ് നമ്മൾ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതെന്ന് പറയുന്ന പാർലമെന്റും തമ്മിലുള്ള തർക്കമാണ് നമ്മളെ ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിലേക്ക് നയിച്ചത്. ദെൻ രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കത്തില് ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന രണ്ട് സഭയാണ് ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും. ഓക്കെ, ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും. ഇത് ഒരു പാർട്ടി രാജാവിന്റെ കൂടെയും ഒരു പാർട്ടി പാർലമെന്റിന്റെ കൂടെയും നിന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. സ്റ്റുവർട്ട് രാജാക്കന്മാർ പൊതുവെ കത്തോലിക്ക മതവിശ്വാസികളായിരുന്നെങ്കിലും ആംഗ്ലിക്കൻ സഭ രാജാധികാരത്തോടൊപ്പം ചേർന്നു നിന്നു. അപ്പോ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തില് സ്റ്റുവർട്ട് രാജാക്കന്മാരോടൊപ്പം ചേർന്ന് നിന്ന സഭ ഏതാണ്? ആംഗ്ലിക്കൻ സഭയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്യൂരിറ്റൻ സഭ പാർലമെന്റുമായിട്ടാണ് ചേർന്നത്. പഠിക്കാൻ എളുപ്പമുണ്ട്. പ്യൂരിറ്റൻ സഭ ഏതുമായിട്ട് ചേർന്നു? പാർലമെന്റിലുമായിട്ടാണ് ചേർന്നത്. പ്യൂരിറ്റൻ സഭ പാർലമെന്റിന്റെയും ഇംഗ്ലണ്ടിലെയും മധ്യവർഗത്തിന്റെ നിലപാടുകളോട് താല്പര്യം കാണിച്ചു. അപ്പൊ അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. സ്റ്റുവർട്ട് രാജാക്കന്മാരോടൊപ്പം നിന്നത് ആംഗ്ലിക്കൻ സഭയും പാർലമെന്റിനോടൊപ്പം നിന്നത് പ്യൂരിറ്റൻ സഭയുമാണ്. അതുപോലെ തന്നെ രാജാക്കന്മാര് ആരെ സപ്പോർട്ട് ചെയ്തു? ഫ്യൂഡൽ പ്രഭുക്കന്മാരെ സപ്പോർട്ട് ചെയ്തു. മധ്യവർഗക്കാരെ സപ്പോർട്ട് ചെയ്തത് പാർലമെന്റ് ആണ്. പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി രാജാക്കന്മാർ പലതരത്തിലുള്ള നികുതികൾ ഏർപ്പെടുത്തുകയും ഇത് രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കങ്ങളെ മൂർച്ഛിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്താണ് 1628 ഡേറ്റ് ഓർമ്മിച്ചു വെക്കുക. 1628 അന്നത്തെ ആരാണ്? അക്കാലത്തെ രാജാവായിരുന്ന ചാൾസ് ഒന്നാമനെ കൊണ്ട് പാർലമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്നത്. അപ്പൊ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആരാണ് നിയമം കൊണ്ടുവന്നത്? അത് നമ്മുടെ പാർലമെന്റ് ആണ് പാസാക്കി എടുത്തത്. അക്കാലത്തെ രാജാവായിരുന്ന ചാൾസ് ഒന്നാമനെ കൊണ്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വർഷമായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. 1628 അക്കാലത്തെ രാജാവ് ആരായിരുന്നു? ചാൾസ് ഒന്നാമനായിരുന്നു. ഈ നിയമം പാർലമെന്റ് പാസാക്കിയെടുത്തു. എന്നാൽ ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആര് തന്നെ ലംഘിച്ചു? നമ്മുടെ ചാൾസ് ഒന്നാമൻ തന്നെ ലംഘിച്ചു. പാർലമെന്റ് പിരിച്ചുവിട്ട് 11 വർഷം, അതായത് 1629 മുതൽ 1640 വരെ സ്വേച്ഛാധികാരിയായിട്ട് ഇംഗ്ലണ്ടിൽ ഭരണം നടത്തി. ആ സമയത്ത് പാർലമെന്റ് ഇല്ല ഇംഗ്ലണ്ടിൽ. 1229 മുതൽ 1640 വരെ. അപ്പൊ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, 1603 സ്റ്റുവർട്ട് രാജവംശം ഫോം ചെയ്തത്. സ്റ്റുവർട്ട് രാജവംശം പാർലമെന്റുമായിട്ട് ഭയങ്കര കലിപ്പാണ്. 1628
രാജാവായിരുന്ന ചാൾസ് ഒന്നാമനെ കൊണ്ട് അവരൊരു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പാർലമെന്റ് പാസ്സാക്കി എടുത്തു. പക്ഷേ പാർലമെന്റ് പറഞ്ഞതൊന്നും അനുസരിക്കാതെ പാർലമെന്റിനെ പിരിച്ചുവിട്ടു. 1629 മുതൽ 1640 വരെ സ്വേച്ഛാധികാരിയായിട്ട് ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയത് ആരാണ്? ചാൾസ് ഒന്നാമനാണ്. എന്നാല് ഈ സമയത്ത് സ്കോട്ട്ലൻഡുമായിട്ട് യുദ്ധം നടക്കുകയാണ്. സ്കോട്ട്ലൻഡുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചാൾസ് ഒന്നാമൻ എന്ത് വേണം? കാശ് വേണം. ഇങ്ങനെ കാശ് വേണമെങ്കിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ആൾക്കാർ അംഗീകരിക്കണമെങ്കിൽ അവിടെ രാജാവിന് ആരുടെ സപ്പോർട്ടും കൂടെ വേണം? പാർലമെന്റിന്റെ സപ്പോർട്ടും കൂടി വേണം. ഇങ്ങനെ അദ്ദേഹം 1640 പാർലമെന്റ് വിളിച്ചു ചേർത്തു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ചാൾസ് ഒന്നാമൻ 1640 വീണ്ടും പാർലമെന്റ് വിളിച്ചു ചേർത്തത്? സ്കോട്ട്ലൻഡുമായിട്ടുള്ള യുദ്ധത്തിന് പണം ആവശ്യമുള്ളത് കൊണ്ടാണ് 1640 പാർലമെന്റ് വിളിച്ചു ചേർത്തത്. ഈ പാർലമെന്റിനെ നീണ്ട പാർലമെന്റ് അഥവാ ലോങ് പാർലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാലക്രമത്തിൽ പാർലമെന്റും രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും അത് ഇംഗ്ലണ്ടിനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ സമരത്തിൽ രാജാവിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആര് വിജയം നേടി? പാർലമെന്റ് വിഭാഗം വിജയം നേടി. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ലോങ് പാർലമെന്റ്, നീണ്ട പാർലമെന്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മുടെ ചാൾസ് ഒന്നാമൻ 1628 ബിൽ ഓഫ് റൈറ്റ്സ് അപ്പാടെ നിരസിച്ചു. 29 മുതൽ 40 വരെ സ്വേച്ഛാധിപത്യ ഭരണം തുടർന്നു. അതിനുശേഷം പാർലമെന്റ് വിളിച്ചേറ്റു. ഇതിന് ലോങ് പാർലമെന്റ് എന്ന് അറിയപ്പെട്ടു. ഇവിടെ ഒരു ആഭ്യന്തര യുദ്ധം നടന്നു. ഈ ആഭ്യന്തര യുദ്ധത്തിൽ ജയിച്ചത് ആരാണ്? പാർലമെന്റ് വിഭാഗമാണ് ജയിച്ചത്. അപ്പൊ പാർലമെന്റ് വിഭാഗത്തിന്റെ അധികാരി ആരാണ്? ഒലിവർ ക്രോംവെൽ ആണ്. ആരാണ്? ഒലിവർ ക്രോംവെൽ ആണ് പാർലമെന്റ് വിഭാഗത്തിന്റെ അധികാരി. മറക്കരുത്, ഒലിവർ ക്രോംവെൽ ആണ് പാർലമെന്റ് വിഭാഗത്തിന്റെ അധികാരി. അദ്ദേഹം അധികാരത്തിൽ വന്നു. ഈ ഒലിവർ ക്രോംവെലിനെ എതിർത്ത മെമ്പർമാരെ എല്ലാം പാർലമെന്റിൽ നിന്ന് ആര് പുറത്താക്കി? ഒലിവർ ക്രോംവെൽ പുറത്താക്കി. അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമേ പിന്നെ പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പുറത്താക്കി. അപ്പൊ അതൊരു അവശിഷ്ട പാർലമെന്റ് എന്നാണ് അറിയപ്പെട്ടത്, അഥവാ റംബ് പാർലമെന്റ്. അപ്പൊ റംബ് പാർലമെന്റ് എന്നാൽ എന്താണ്? നമ്മുടെ ക്രോംവെൽ അധികാരത്തിൽ വന്നു. ഒലിവർ ക്രോംവെലിനെ എതിർത്ത് നിന്ന മെമ്പർമാരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രം പാർലമെന്റിൽ വന്നു. ഈ പാർലമെന്റ് ആണ് റംബ് പാർലമെന്റ് എന്നറിയപ്പെടുന്നത്, അഥവാ അവശിഷ്ട പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ലോങ് പാർലമെന്റ്, റംബ് പാർലമെന്റ് ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോ നമ്മുടെ ഒലിവർ ക്രോംവെൽ പാർലമെന്റ് സൈഡിലുള്ള ആളാണ്. ഇദ്ദേഹം തോപ്പിച്ചത് ആരെയാണ്? രാജാവായിരുന്ന ചാൾസ് ഒന്നാമനെയാണ്. ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചത് ആരാണ്? ഈ ഒലിവർ ക്രോംവെൽ നേതാവായിട്ടുള്ള റംബ് പാർലമെന്റ് ആണ്. ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിലുള്ള ഭരണം കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടത്. ഈ കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് 1649 മുതൽ 1658 വരെയാണ്. അപ്പോ ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിലുള്ള ഭരണം എന്തെന്നറിയപ്പെട്ടു? കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെട്ടു. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ കാലഘട്ടമായിരുന്നു ഒലിവർ ക്രോംവെലിന്റെ കാലഘട്ടം. ഈ കാലഘട്ടം കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെട്ടു. 1649 മുതൽ 1658 വരെയാണ് ഒലിവർ ക്രോംവെൽ ഭരിച്ചത്. പാർലമെന്റിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് ക്രോംവെൽ ഭരണം നടത്തിയത്. ഈ സൈനിക സ്വേച്ഛാധിപത്യം അംഗീകരിക്കാൻ പറ്റുമോ ജനങ്ങൾക്ക്? ഇല്ല. അതായത് ഈ സൈനിക സ്വേച്ഛാധിപത്യം ഞങ്ങളെ കൊണ്ട് അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് ജനങ്ങൾ പറഞ്ഞു രാജവാഴ്ച പുനഃസ്ഥാപിക്കണമെന്ന് ക്രോംവെലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ക്രോംവെൽ കേക്കോ? ഇല്ല. അദ്ദേഹം അത് എന്ത് ചെയ്തു? നിരസിച്ചു. ഇനി ഒലിവർ ക്രോംവെലിന്റെ ശേഷം പിന്നീട് വന്നത് ചാൾസ് രണ്ടാമനാണ്. ചാൾസ് രണ്ടാമൻ രാജാധികാരത്തിലെത്തി. ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്തില് ഇംഗ്ലണ്ടിൽ രാജവാഴ്ച എന്ത് ചെയ്തു? പുനഃസ്ഥാപിക്കപ്പെട്ടു. ഒലിവർ ക്രോംവെലിന്റെ കാലത്തിന് ശേഷമാണ് ചാൾസ് രണ്ടാമൻ രാജാധികാരത്തിൽ എത്തിയത്. ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടത്. തുടർന്ന് പിന്നും രാജാവ് വന്നാൽ എങ്ങനെയാണ്? രാജാവിന്റെ സ്വേച്ഛാധിപത്യം ശക്തിയാർജിച്ചു. ചാൾസ് രണ്ടാമനെ തുടർന്ന് ജെയിംസ് രണ്ടാമൻ
അധികാരത്തിൽ വന്നു. ജെയിംസ് രണ്ടാമൻ കൈക്കൊണ്ട സ്വേച്ഛാപരമായ നടപടികൾ രാജാവും പാർലമെന്റുമായിട്ട് വീണ്ടും തർക്കങ്ങൾക്കിടയാക്കി. ചാൾസ് രണ്ടാമനെ ഒരുവിധം ജനങ്ങൾ സഹിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജെയിംസ് രണ്ടാമൻ അധികാരത്തിൽ വന്നത്. ജെയിംസ് രണ്ടാമന്റെ സ്വേച്ഛാധിപത്യം ആർക്കിഷ്ടപ്പെട്ടില്ല? പാർലമെന്റിന് ഇഷ്ടപ്പെട്ടില്ല. അവർ തമ്മിൽ തർക്കമുണ്ടായി. അങ്ങനെ 1688 ജെയിംസ് രണ്ടാമനെ ഫ്രാൻസിലേക്ക് കടത്തിവിട്ടു. അതായത് ഫ്രാൻസിലേക്ക് ജെയിംസ് രണ്ടാമൻ എന്ത് ചെയ്തു? അഭയം തേടിപ്പോയി. 1688 അന്നാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഉണ്ടായത്. ഈ സമയത്ത് പാർലമെന്റ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായിട്ട് പാർലമെന്റ് പ്രഖ്യാപിച്ചത് ആരെയാണ്? ജെയിംസ് രണ്ടാമന്റെ മകളായ മേരി രണ്ടിനെയും ഭർത്താവ് ഓറഞ്ചിലെ വില്യം മൂന്നിനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിട്ട് പാർലമെന്റ് പ്രഖ്യാപിച്ചു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓറഞ്ചിൽ വില്യം മൂന്ന് ജെയിംസ് രണ്ടാമന്റെ ആരാണ് ജെയിംസ് രണ്ടാമന്റെ മരുമകനാണ്. കാരണം ജെയിംസ് രണ്ടാമന്റെ മകളായ മേരി രണ്ടിന്റെ ഭർത്താവാണ് ആര്? ഓറഞ്ചിലെ വില്യം മൂന്ന്. അപ്പൊ വില്യം മൂന്നിനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായിട്ട് ആര് പ്രഖ്യാപിച്ചു? പാർലമെന്റ് പ്രഖ്യാപിച്ചു. അപ്പൊ 1688 ജെയിംസ് രണ്ടാമന് എവിടെയാണ് അഭയം പ്രാപിച്ചത്? ഫ്രാൻസിൽ അഭയം പ്രാപിച്ചു. ഈ സമയത്ത് ജെയിംസ് രണ്ടാമന്റെ മകളായ മേരി രണ്ടിനെയും ഭർത്താവ് ഓറഞ്ചിലെ വില്യം മൂന്നിനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായിട്ട് പാർലമെന്റ് പ്രഖ്യാപിച്ചു. ഇങ്ങനെ ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ചു. ഓക്കെ, ഇതാണ് ഇതൊരു രക്തരഹിത വിപ്ലവമായിരുന്നു. തുടർന്ന് പാർലമെന്റിന് കൂടുതൽ അധികാരം നൽകുന്ന ഒരു അവകാശ നിയമം പാർലമെന്റ് പാസാക്കി. എന്നാണ് 1689 പാർലമെന്റിന് കൂടുതൽ അധികാരം നൽകുന്ന അവകാശ നിയമം പാസാക്കിയത്. ഈ അധികാര കൈമാറ്റം രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 1688 എന്ത് ചെയ്തത്? നമ്മുടെ ജെയിംസ് രണ്ടാമനെ ഫ്രാൻസിലോട്ട് കടത്തിവിട്ടു. ജെയിംസ് രണ്ടാമന്റെ മകളായ മേരി രണ്ടാമനും ഭർത്താവ് ഓറഞ്ചിലെ വില്യം മൂന്നാമനും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളാക്കി. പാർലമെന്റിന് കൂടുതൽ അധികാരം വന്നു. രാജവാഴ്ച പാർലമെന്റിന്റെ നിയന്ത്രണത്തിലാക്കി. എന്നിട്ട് പാർലമെന്റ് ഒരു അവകാശ നിയമം കൂടി പാസാക്കി. എന്തിനു വേണ്ടിയിട്ട്? പാർലമെന്റിന് കൂടുതൽ അധികാരം നൽകുന്ന അവകാശ നിയമം കൂടി പാസാക്കി 1689. ഈ അധികാര കൈമാറ്റമാണ് രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത്. 1688 ആരംഭിച്ചു. 1689 അവകാശ നിയമം പാസാക്കിയതോടെ ആ വിപ്ലവം അവസാനിച്ചു. അപ്പോൾ ഇതാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ അഥവാ രക്തവിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഇതോടെ ഇംഗ്ലണ്ടിൽ ഫ്യൂഡൽ വ്യവസ്ഥ ദുർബലമാവുകയും രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. തുടർന്ന് ഇംഗ്ലണ്ടില് മത സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കപ്പെട്ടു. എന്നാൽ ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ കിരീടാവകാശിയാകാൻ കഴിയുമായിരുന്നുള്ളൂ. കാരണം എന്താണ്? അന്നേ രാജാക്കന്മാരെ കൂടെ നിൽക്കുന്നത് ആരാണ്? ആംഗ്ലിക്കൻ മതവിശ്വാസികളാണ്. അപ്പൊ ഈ ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കിരീടാവകാശിയാകാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ നടപടികൾ കൊണ്ട് ഇംഗ്ലണ്ടിൽ ജനാധിപത്യ ഭരണക്രമം നടപ്പിലായില്ലെങ്കിലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും പാർലമെന്റിന് പരമാധികാരവും ലഭിച്ചു. അപ്പോൾ ഈ നടപടി കൊണ്ട് ഇംഗ്ലണ്ടിന് ജനാധിപത്യ ഭരണക്രമം നടന്നോ? ഇല്ല. കാരണം എന്താണ്? ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ കിരീടാവകാശിയാകാൻ കഴിയുള്ളൂ. അപ്പൊ അത് ജനാധിപത്യമാണോ? അല്ല. പക്ഷേ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും പാർലമെന്റിന് പരമാധികാരവും ഈ ഒരു റെവല്യൂഷൻ കൊണ്ട് സംഭവിച്ചു. ഇംഗ്ലണ്ടിൽ രാജഭരണം നിലനിൽക്കുന്നുവെങ്കിലും രാജാവ് ഭരിക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജാവ് ആര്? ജെയിംസ് രണ്ടാമനാണ്. വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം ഏത്? സ്റ്റുവർട്ട് രാജവംശം. വിപ്ലവത്തിന് ശേഷം ഏതു വർഷമാണ് ബ്രിട്ടീഷ് പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയത്? 1689. മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം. 1640 മുതൽ 20 വർഷക്കാലം ലോങ് പാർലമെന്റ് നിലനിന്നത് എവിടെയാണ്? ഇംഗ്ലണ്ട്. 18ാം നൂറ്റാണ്ടിൽ കാർഷിക വിപ്ലവം നടന്നത് എവിടെ? ഇംഗ്ലണ്ടിൽ. അപ്പൊ അതും കൂടി പഠിച്ചു വെക്കുക. 18ാം നൂറ്റാണ്ടില് കാർഷിക
കാർഷിക വിപ്ലവം നടന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. 1750-നും 1820-നും ഇടയ്ക്ക് വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഏത് രാജ്യത്ത്? ഇംഗ്ലണ്ടില്. ആദ്യമായിട്ട് വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. 1750-നും 1820-നും ഇടയ്ക്കാണ്. ഓക്കെ, അപ്പൊ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ തുടർന്നും കാണുക. പിന്നെ ഈ വീഡിയോ അതുപോലെ ഈ PDF നോട്ടൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്